നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. കൗൺസിലർമാരുടെ സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ദേശീയ ആസ്ഥാനത്ത് പഞ്ചവാദ്യവും താലപ്പൊലിയും നൽകിയാണ് ബി.ജെ.പി. കൗൺസിലർമാരെ സ്വീകരിച്ചത്. ഇന്ന് വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുക. തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഡൽഹിയിലേക്ക് യാത്ര പോയത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സ്വീകരണം അവർക്ക് ഓരോ സ്റ്റേഷനിലും കിട്ടിയിരുന്നു. പിന്നാലെ ഡൽഹിയിലും അവർക്ക് വലിയ രീതിയിലുള്ള വൻ വരവേൽപ്പാണ് തയ്യാറാക്കിയിരുന്നത്. ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലും രാത്രി പാർട്ടി ആസ്ഥാനത്തും ദില്ലി മലയാളികൾ അടക്കമുള്ള ബി.ജെ.പി. പ്രവർത്തകർ അവരുടെ കൗൺസിലർമാരുടെ വരവ് ആഘോഷമാക്കിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കവേ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്നാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ കൂടിക്കാഴ്ചയിൽ ഇവർക്ക് നിർദ്ദേശം നൽകിയത്. വൈകിട്ട് 4 മണി മുതൽ 2 മണിക്കൂറാണ് സംഘം പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുക. മോദിയുടെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. അമിത്ഷായുമായും കൂടിക്കാഴ്ചയുണ്ട്. കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ നഗരവികസനത്തെക്കുറിച്ച് കൗൺസിലർമാർക്ക് ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് പാർലമെന്റും സന്ദർശിക്കും. രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും. പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും മറ്റ് ദേശീയ നേതാക്കളെയും കാണും. അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് മടക്കം. തിരുവനന്തപുരത്തടക്കം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 115 ജനപ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. കൂടിക്കാഴ്ചകളിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും യാത്ര ധൂർത്താണെന്ന പ്രചാരണം കള്ളമാണെന്നും വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടനവും ദേശീയ തലത്തിൽ ചർച്ചയാക്കുക എന്ന നീക്കത്തിലാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിലവിലായിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കവേ ജനപ്രതിനിധികളുടെ പ്രചാരണം കാര്യക്ഷമമാക്കുകയും ഈ ഒരു യാത്രയുടെ ലക്ഷ്യമാണ്. അതേസമയം കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോയതിന് പിന്നാലെ പ്രതിപക്ഷ കക്ഷികൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ ഉന്നയിക്കുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും ഭരണപക്ഷ കൗൺസിലർമാരും ഡൽഹിക്ക് പോയതിന് പിന്നാലെ കോർപ്പറേഷനിൽ ഭരണസ്തംഭനം എന്ന ആരോപണവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത് ബി.ജെ.പി. കൗൺസിലർമാർ 13-ന് തിരിച്ചെത്തും. എങ്കിലും 14-ന് രണ്ടാം ശനിയാണ്. അതുകൊണ്ട് കോർപ്പറേഷന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകാൻ അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്ന ഒരു ആക്ഷേപം എന്നൊരു കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പുതുക്കിയ ബജറ്റ് പാസ്സാക്കാൻ 2 ആഴ്ചയോളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനായുള്ള ഒരുക്കങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രത്യേകിച്ച് ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റ് പാസ്സാക്കാനുള്ള ഒരുക്കങ്ങൾ പ്രതിസന്ധിയിലാണ് അവരുടെ യാത്ര എന്ന ഒരു ആരോപണവും കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ മാസം അവസാനമെങ്കിലും ബജറ്റ് പാസ്സാക്കേണ്ടതാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നീണ്ട നിര തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വാർഡ് സഭകൾ കൂടാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. ഇനി പകുതിയോളം വാർഡുകളിൽ ഇനിയും സഭ കൂടിയിട്ടില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. കൂടാനുള്ളതിനാൽ LDF UDF കൗൺസിലർമാരുടെ വാർഡുകളും ഉണ്ടെന്നാണ് ഭരണപക്ഷം പറയുന്നത്. ബജറ്റ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ വകുപ്പ് മേധാവികളിൽ നിന്നുൾപ്പെടെ നിർദ്ദേശങ്ങൾ ശേഖരിക്കണം. പക്ഷെ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനുള്ള നടപടികൾക്കും ഇതുവരെ തുടക്കമായിട്ടില്ല എന്ന ആരോപണവും ശക്തമാവുകയാണ്. മുൻ ബജറ്റിൽ വകയിരുത്തിയ തുക, ചെലവഴിച്ച തുക, സ്പിൽ ഓവറായി ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ തുടങ്ങിയവയൊന്നും തയ്യാറാക്കിയിട്ടില്ല. LDFും UDFും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായി വാർഡ് സഭകൾ 10-നകം കൂടണമെന്നാണ് മേയർ കൗൺസിലിൽ അറിയിച്ചിരുന്നത്. എന്നാൽ പകുതിയോളം വാർഡുകളിലും യോഗം ഇതുവരെയും കൂടാനായിട്ടില്ല എന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ബി.ജെ.പി. ജനപ്രതിനിധികൾ പ്രത്യേക ഭരണ നൈപുണ്യ വികസന ശിബിരത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്കുള്ള യാത്രയെ തിരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 9-ാം തീയതിയായിരുന്നു അവർ യാത്ര തുടങ്ങിയത്. 13 വരെ യാത്രയുണ്ട്. എറണാകുളം നോർത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. ഓഡിറ്റോറിയം, മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, കടമുറികൾ തുടങ്ങി കോർപ്പറേഷന്റെ ആസ്തികളുടെ ലേല നടപടികൾ ഈ മാസം തുടക്കത്തിൽ ആരംഭിച്ചിരുന്നു. അടുത്ത സാമ്പത്തിക വർഷം പുതിയ കരാറിൽ ഏർപ്പെടാൻ കഴിയൂ. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ പരിശോധന കൗൺസിലർമാരുടെ അഭാവത്തിൽ പാതി വഴിയിലാണ് എന്ന ആക്ഷേപവും നിലവിൽ ശക്തമാകുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹരായുടെ പട്ടിക കഴിഞ്ഞ കൗൺസിൽ അംഗീകരിച്ചുവെന്നാണ് ഭരണപക്ഷം ഉയർത്തുന്ന മറുവാദം. ഈ മാസം പകുതിയായിട്ടും തുമ്പൂർ മൂഴി പരിപാലന ജീവനക്കാർ ഉൾപ്പെടെ ദിവസവേതന കരാർ ജീവനക്കാരുടെ കഴിഞ്ഞ മാസം
മാസത്തെ ശമ്പളം വിതരണം ചെയ്തിട്ടില്ല എന്ന് LDF ആരോപിക്കുന്നു. മരാമത്ത് പണികൾ ഏറ്റെടുത്ത കരാറുകാരുടെ ബിൽ പാസ്സാക്കുന്നതിനുള്ള അനുമതി വൈകുന്നുവെന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കുമെന്ന് കരാറുള്ള മരാമത്ത് പ്രവർത്തികളെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം സംഘടിപ്പിക്കുന്ന നൈപുണ്യ വികസന പരിപാടിയിൽ പങ്കെടുക്കാനാണ് കേരള സംഘം ഡൽഹിയിലേക്ക് പോയത്. പക്ഷേ അതിന് ഈ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുക, LDF UDF ഒക്കെ വിമർശിക്കുകയാണ്. പല കാര്യങ്ങൾ അവതാളത്തിലാണ്, പലതും പ്രതിസന്ധിയിലാണ് ഭരണപക്ഷക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്ന ആരോപണമാണ് LDFും UDFും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും സംഘം. നാളെ അവർ നാട്ടിലേക്ക് മടങ്ങും. തലസ്ഥാനത്ത് ചരിത്ര ജയത്തിന് പിന്നാലെയാണ് മേയറുടെയും സംഘത്തിന്റെയും ദില്ലി യാത്ര. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വികസന രൂപരേഖ നൽകിയിരുന്നു. അതിൽ തുടരാലോചനകൾക്കായി മേയർ VV രാജേഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നഗരാസൂത്രണ ഗ്രാമവികസന മന്ത്രിമാരുമായി ചർച്ചയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള BJP അംഗങ്ങളുമാണ് യാത്രാ സംഘത്തിലുള്ളത്. കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് BJP സംഘം ദില്ലിയിലേക്ക് എത്തുന്നത്. മേയറായി VV രാജേഷിനെ തീരുമാനിച്ച ശേഷം പല വിഷയങ്ങളിൽ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ശ്രീലേഖ ദില്ലി യാത്രാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. നീരസം കൊണ്ടല്ലെന്ന് പിന്നീട് സമൂഹ മാധ്യമ പ്രതികരണത്തിൽ ശ്രീലേഖ വ്യക്തമാക്കുകയും ചെയ്തു. ദില്ലി യാത്ര ഉപേക്ഷിച്ചതിന് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു ശ്രീലേഖ പിന്നീട് സമൂഹ മാധ്യമ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും യാത്ര ആഘോഷമാക്കിയിരുന്നു കൗൺസിലർമാർ. അതായത് ഗണഗീതങ്ങളും ഭക്തിഗാനങ്ങളും പോറ്റിയെ കയറ്റിയ പാരഡി ഗാനവും ഒക്കെ പാടി ഉത്സവ മൂഡിലായിരുന്നു BJP സംഘം ട്രെയിനിൽ യാത്ര തുടങ്ങിയത്. ഉച്ചയ്ക്ക് 12:15 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കേരള എക്സ്പ്രസിൽ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സംഘത്തിന് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. നേതാക്കളായ V മുരളീധരനും S സുരേഷും കരമന ജയനും സംഘത്തെ യാത്രയാക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മാവേലിക്കരയിൽ സന്ദീപ് അജസ്പതിന്റെ നേതൃത്വത്തിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരണം നൽകി. സ്വീകരണത്തിനിടെ ട്രെയിൻ നീങ്ങിയതോടെ മേയർക്ക് ചാടിക്കയറേണ്ടി വന്നത് വളരെയധികം കൗതുകമായി. കൊച്ചിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരണം നൽകി. ശ്രീലേഖയും MR ഗോപനും ഒഴികെയുള്ളവർ സംഘത്തിലുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് കോയമ്പത്തൂർ, വാറങ്കൽ, വിജയവാഡ, നാഗ്പൂർ, ഝാൻസി, ഗോളിയാർ, മധുര തുടങ്ങി വിവിധയിടങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത സംഘത്തെ സ്റ്റേഷനിലെത്തി സ്വീകരിക്കും. ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടിയ ഒരുമിച്ചുള്ള യാത്ര പുത്തൻ അനുഭവമാണെന്ന് കൗൺസിലർമാർ പറഞ്ഞു. എല്ലാവർക്കും പരസ്പരം അറിയാനും കേരളത്തിലുടനീളമുള്ള ട്രെൻഡ് മനസ്സിലാക്കാനും യാത്ര ഉപകരിക്കുമെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. എല്ലാവരും വളരെ നല്ല പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ്. ഒരുമിച്ചുള്ള യാത്ര എന്നതിനും അപ്പുറം പാർലമെന്ററി രംഗത്ത് കൗൺസിലർമാർക്ക് മറ്റൊരു തലത്തിലുള്ള അനുഭവങ്ങൾ കൂടി സ്വായത്തമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നതെന്നും പതിറ്റാണ്ടുകളോളം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരെയും കേന്ദ്രമന്ത്രിമാരുമായും ഇടപഴകാൻ കഴിയുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ ഗുണകരമാകുമെന്നും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച തുടർ പ്രവർത്തനങ്ങളിൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നും മേയർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.